ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഫോട്ടോ ടെക് ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിവേ, പുതിയ ഒരു ക്യാമറയുടെ അനൗൺസ്മെൻ്റ് ഉണ്ട്, 2-3 ക്യാമറ വിശേഷങ്ങളുണ്ട്, 2-3 ലെൻസിൻ്റെ വിശേഷങ്ങളുണ്ട്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കാനോൺ R1 ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നു. കാനോണിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് ദ മാസ്റ്റർ ഓഫ് എവറിത്തിങ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് തള്ളിമറിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഹൈ ഡൈനാമിക് റേഞ്ച്, എന്താ പറയുക, ഭയങ്കര ഫാസ്റ്റ് ഷട്ടറുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അഡോറമ എന്ന് പറഞ്ഞ സൈറ്റുണ്ട്. അത് ഭയങ്കര ഒരു വലിയൊരു റീറ്റെയിൽ ക്യാമറ കമ്പനിയാണ്. ക്യാമറ കമ്പനി വെച്ചാൽ ക്യാമറ സ്റ്റോർ സംഭവമാണ്. അപ്പോൾ അവർ ഒരു സ്പെസിഫിക്കേഷൻ്റെ സംഭവം പുറത്തു വിട്ടു. സോ അഡോറമ പുറത്തു വിട്ട സ്പെസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ പണ്ട് ഒരുപാട് പ്രാവശ്യം ഈ ക്യാമറയെക്കുറിച്ച് നമ്മൾ കവർ ചെയ്തപ്പോൾ പറഞ്ഞ സ്പെസിഫിക്കേഷനൊക്കെ തന്നെയാണ്. ഏകദേശം 30 മെഗാ പിക്സലിൻ്റെ സ്റ്റാക്ഡ് ഡ്യുവൽ ഗെയിൻ സെൻസറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 8 മൈക്രോ സെക്കൻഡിൻ്റെ റീഡ് ടൈം ഉണ്ട്. അതായത് 8 മൈക്രോ സെക്കൻഡ് കൊണ്ട് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. 1/1200th ഫ്ലാഷ് സിങ്ക് ഉണ്ട്. ഭയങ്കര ഫാസ്റ്റാണ്. എനിവേ, കാനോൺ റോ 40 FPS കാനോൺ റോ ഉണ്ട്. അതിൻ്റെ ഒരു റേഷ്യോ ഒക്കെ ഉണ്ട്, 1:2, 1:3 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് 1:2 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പിന്നെ 120 FPS എന്താ പറയുക, നമുക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അതൊരു പക്ഷേ JPG ആയിരിക്കും. പക്ഷേ എനിവേ 120 FPS ഒരു സെക്കൻഡിൽ 120 ഫോട്ടോ എടുക്കാൻ പറ്റും. 1 സെക്കൻഡ് പ്രീ ഷൂട്ടുണ്ട്. എൻഹാൻസ്ഡ്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും എൻഹാൻസ്ഡ് ഡൈനാമിക് റേഞ്ച് ആയിരിക്കും എന്നാണ് പറയുന്നത്. എനിവേ, സ്റ്റാഗ്ഡ് ഡ്യുവൽ ഗെയിൻ സെൻസറാണ്. സോ ചിലപ്പോൾ നല്ല ഡൈനാമിക് റേഞ്ച് തന്നെ ആയിരിക്കും, നമുക്ക് നോക്കാം. പക്ഷേ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഡിജികെക്സ് പ്രൊസസ്സർ തന്നെയാണ്. പക്ഷേ എൻഹാൻസ്ഡ് ഡിജികെക്സ് പ്രൊസസ്സർ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയില്ല. എനിവേ, നമുക്ക് വെയിറ്റ് ആൻഡ് സീ. എന്തായാലും 2022 തന്നെ സാധനമുണ്ട്. സാധനം അധികം താമസിയാതെ ലോഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്ത 2 ക്യാമറകളെ കാണാം. ഒന്ന് നമ്മുടെ ഫ്യൂജിഫിലിം GFX 100S Mark II മീഡിയം ഫോർമാറ്റ് മിറർലെസ് ക്യാമറ. ഇത്ര ഉണ്ടല്ലേ. അപ്പോൾ Mark II ഇത് മീഡിയം ഫോർമാറ്റാണ്, നമ്മളെ കൊണ്ട് താങ്ങില്ല. എനിവേ, പക്ഷേ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടാണ്. 102 മെഗാ പിക്സലാണ് സെൻസർ, മീഡിയം ഫോർമാറ്റ് സെൻസർ. നിങ്ങൾക്കറിയാലോ, മീഡിയം ഫോർമാറ്റ് സെൻസറാണ് ഏറ്റവും വലിയ സെൻസർ. അത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫുൾ ഫ്രെയിം സെൻസർ വരിക. അപ്പം 2 ഫുൾ ഫ്രെയിം സെൻസറിൻ്റെ അടുത്ത് കണ്ട് വലിപ്പമുണ്ടെന്ന് തോന്നുന്നു, നോട്ട് ഷുവർ. എനിവേ, 5 ആക്സിസ് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള സെൻസറാണ്. പിന്നെ ഇലക്ട്രോണിക് ഷട്ടർ 102 മെഗാ പിക്സൽ ഫുൾ റീഡ് ഔട്ട് കിട്ടുന്ന 7 FPS ആണ്. പിന്നെ 16 ഫ്രെയിംസ് വരെ അത് പോകും. പിന്നെ JPG ആണ് 184 FPS കിട്ടും. അങ്ങനെ ഇലക്ട്രോണിക് ഷട്ടർ ആണെങ്കിൽ 5 FPS. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് അവിടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാം. കാശുള്ള ധൈര്യം എടുക്കാം. എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഒരു മീഡിയം ഫോർമാറ്റ് ക്യാമറ ഉണ്ടാക്കാമെന്നല്ല, ഒരെണ്ണം വാങ്ങാമെന്നുള്ള കാര്യം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അടുത്തൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അതിനനുസരിച്ചുള്ള ഫോട്ടോ ഞാനിപ്പോൾ എടുക്കുന്നില്ല. അതുകൊണ്ടാണ്. അപ്പം ഒരുപാട് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കയറി നോക്കിയാൽ. നമ്മുടെ വീഡിയോ സ്പെസിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ 12 ബിറ്റ് എക്സ്റ്റേണൽ റോ വീഡിയോ 4K നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അപ് ടു 30 ഫ്രെയിം/സെക്കൻഡ് വരെ. 2 UHS to SD കാർഡ് സ്ലോട്ടാണുള്ളത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം മറ്റേ സംഭവം വേണ്ടേ, നമ്മുടെ CF Express കാർഡൊന്നും വേണ്ടേ? ഇനി ഇത്രയും വലിയ ഇൻഫോർമേഷൻ 102 മെഗാ പിക്സൽ 7 FPS ഒക്കെ അല്ലേ ഉള്ളല്ലേ. എനിവേ, ഭയങ്കര ഇൻ്റഗ്രേറ്റഡ് ലോ എനർജി 4.2 ബ്ലൂടൂത്തും വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 8 സ്റ്റോപ്പ് ഓഫ് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. 5 ആക്സിസിൻ്റെ നേരത്തെ പറഞ്ഞായിരുന്നു. 400 മെഗാ പിക്സലിൻ്റെ പിക്സൽ ഷിഫ്റ്റ് ഇമേജ് ഒക്കെ സംഭവമൊക്കെ ഉണ്ട്. അതായത് ഈ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ലെൻസ് ക്യാമറകളിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പം ഒരൊറ്റ ക്ലിക്കിന് പകരം സെൻസർ പതുക്കെ ഇങ്ങനെ 5 ആക്സിസ് ഉണ്ടല്ലോ, ഇങ്ങനെയാണല്ലോ ഇളകുന്നത്. അപ്പം ഇങ്ങനെ ഇച്ചിരി പൊങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുക്കും. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നമ്മൾ പനോരമ എടുക്കുന്ന പോലെ തന്നെ ഒരു എൻ്റയർ ഫ്രെയിം ക്യാപ്ചർ ചെയ്യും. അത് വലിയൊരു മെഗാ പിക്സലായിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കും. R5 ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ AI അസിസ്റ്റഡ് ഓട്ടോ ഫോക്കസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വേണ്ടല്ലോ. പക്ഷേ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്യാമറ ഉണ്ട്, ലൈക്ക് ഫ്യൂജിഫിലിം X-T50 മിറർലെസ് ക്യാമറ. 40.2 മെഗാ പിക്സലിൻ്റെ APS-C എക്സ്ട്രാൻഡ് CMOS 5XR സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. എനിവേ, X പ്രൊസസ്സർ 5 ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഡെഡിക്കേറ്റഡ് ഫിലിം
ഡെഡിക്കേറ്റഡ് ഫിലിം സ്റ്റിമുലേഷൻ ഡയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേറ്റീവ് ISO 125 to 12,800 വരെ ഉണ്ട്. എക്സ്പാൻഡഡ് 64 to 51,200 വരെ ഉണ്ട്. 5 axis ഇമേജ് സ്റ്റെബിലൈസേഷൻ അപ് ടു 7 സ്റ്റോപ്സ് ഉണ്ട്. 18 FPS ഫോട്ടോ എടുക്കാം. JPG 163 FPS എടുക്കാൻ പറ്റും. 6K 6.2K 30 FPS 4K 60 FPS ഫുൾ HD 240 XPS 422 10-bit വീഡിയോ എടുക്കാൻ പറ്റും. ഇറ്റ്സ് റിയലി എ ഗുഡ് ക്യാമറ. സിംഗിൾ സ്ലോട്ടാണ് മെമ്മറി കാർഡ് വരുന്നത്. അത് മാത്രമേ ഇതിൻ്റെ അകത്തെ ഒരു പോരായ്മയുള്ളൂ. 2 ലെൻസുകൾ കൂടി ഫ്യൂജിഫിലിം പുറത്തുവിട്ടുണ്ട്. ഫ്യൂജിഫിലിം XF 1650 f2.8 to 4.8 RMWR ഇവിടെ എന്തായാലും 1650 f2.8 to 4.8 ഒരു ലെൻസ് ഉണ്ട്. പിന്നെ GF 500mm f5.6 ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ഒരു ലെൻസാണ്. ഈ 2 ലെൻസുകളാണ് സംഭവം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഒപ്പം തന്നെ നമ്മുടെ സിഗ്മ അണ്ണൻ നമുക്ക് നമ്മുടെ സോണിക്ക് വേണ്ടിയും നിക്കോണിന് വേണ്ടി ഉണ്ടോ എന്ന് ഓർക്കുന്നില്ല, ഒന്ന് റെഫർ ചെയ്ത് തരാം. സോണിക്ക് വേണ്ടി 2470 f2.8 Mark II ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ഫ്രോണോസ് ഫോട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ കമ്പാരിസൺ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്ക് എടുക്കാം. സോണി വാങ്ങേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഒന്ന് കണ്ടു നോക്കൂ, സോണി ക്യാമറ ഉള്ളവർക്ക് ആ ഒരു നല്ല റേഞ്ചാണ്. 2470 f2.8 എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് ലെൻസാണെന്ന് ചോദിച്ചത്. 1 ലെൻസ് ഉള്ളൂ ഒരു ട്രാവലിന് പോകുമ്പം ഏത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 2470 f2.8 അല്ലെങ്കിൽ അതിൽ താഴോട്ട് 2 ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും താല്പര്യം. കാരണം 24mm നല്ലൊരു വൈഡ് കിട്ടും. 2.8 ആണ്, നമുക്ക് അത്യാവശ്യം അസ്ട്രോ പിടിക്കാൻ പറ്റും. 50mm ഉണ്ട്, 35mm ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരുമാതിരിപ്പെട്ട 70mm വരെ നമ്മൾ f2.8 എടുക്കുമ്പോൾ നല്ല ബൊക്കെയുള്ള നല്ല സെപ്പറേഷനുള്ള ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഫോട്ടോ ടെക് ന്യൂസിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വേറെ കുറേ ടെക്നോളജി ഒരുപാട് വാർത്തകൾ നടക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് കോപൈലറ്റിൻ്റെ പുതിയ ലാപ്ടോപ്പുകൾ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടു നോക്കുക. മാക് എയർ M3 M4 ഏതോ ചിപ്പൊക്കെ വെച്ച് ഇറക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ സർഫേസ് പ്രോ കോപൈലറ്റ് സ്നാപ്ഡ്രാഗൺ എലൈറ്റോ എന്തൊരു ചിപ്പ് വെച്ചിട്ടാണ് സംഭവം. ഭയങ്കര സെറ്റപ്പാണെന്ന് പറഞ്ഞു. എയറിനേക്കാളും ഭയങ്കര ഫാസ്റ്റൊക്കെയാണെന്ന് പറഞ്ഞു. നമുക്കറിയില്ല, എല്ലാ പ്രാവശ്യവും എല്ലാ കമ്പനിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാറുണ്ട്. നിങ്ങൾ നോക്കുക. എനിവേ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. മറ്റൊരു വീഡിയോ ആയിട്ട് സൂൺ നമുക്ക് കാണാം. ടേക്ക് കെയർ. ബൈ ഫോർ നൗ. പീസ്.